ബൈബിളിലെ ചില വാഗ്ദാനങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഹോ, ഇതെന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാത്തതെന്ന്? ഒരുപക്ഷേ ആ വാക്കുകൾക്കപ്പുറം നമുക്ക് പിടികിട്ടാത്ത എന്തോ ആഴത്തിലുള്ള അർത്ഥം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവാം. അപ്പോൾ ആ ഒരു രഹസ്യം കണ്ടെത്താനുള്ളൊരു യാത്രയാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. നമ്മുടെ ആ പരിചിതമായ ചിന്തയുടെ ചട്ടക്കൂടുകളൊക്കെ ഒന്ന് പൊളിച്ച് നമുക്ക് തിരുവെഴുത്തുകളെ ഒരു പുതിയ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കാം. എല്ലാത്തിന്റെയും തുടക്കം ഈ ഒരു ശക്തമായ വാഗ്ദാനത്തിലാണ്. അതായത്, ദൈവത്തിന്റെ ഓരോ വാഗ്ദാനത്തിനുമുള്ള ഉത്തരം യെസ് എന്നാണ്. ഇത് പുസ്തകത്തിലെ വെറുമൊരു വാചകമല്ല കേട്ടോ. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാകുമ്പോഴാണ് ശരിക്കും ദൈവത്തിന് മഹത്വം കിട്ടുന്നത്. ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു വാഗ്ദാനമുണ്ട്: 1000 മടങ്ങ് വർധനവ്. ഇത് വെറുതെ പണത്തിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ളൊരു വളർച്ചയാണ്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ദൈവം യെസ് എന്ന് മറുപടി തരുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റാത്തത്? അപ്പോ ദൈവത്തിന്റെ മറുപടി എപ്പോഴും യെസ് ആണെങ്കിൽ പിന്നെ എവിടെയാണ് പ്രശ്നം? ഒരുപക്ഷേ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ചിന്താരീതിയിൽ തന്നെ ആവാം. നമുക്കതൊന്ന് പരിശോധിച്ചാലോ? നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഈ തടസ്സത്തിന് ഒരു പേരുണ്ട്: പരിമിതമായ ചിന്ത. സിംപിളായി പറഞ്ഞാൽ, ദൈവത്തിൽ നിന്നുള്ള വെളിപാടുകൾക്ക് പകരം മനുഷ്യന്റെ അറിവിലും പാരമ്പര്യങ്ങളിലും മാത്രം ഒതുങ്ങിനിന്ന് ബൈബിളിനെ സമീപിക്കുന്ന രീതി. ഇത് സ്വാഭാവികമായും നമ്മളെ സംശയങ്ങളിലേക്കല്ലേ കൊണ്ടുപോവുക? എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഈ പരിമിതമായ ചിന്തയിൽ ഇങ്ങനെ കുടുങ്ങിപ്പോകുന്നത്? ചിലപ്പോൾ നമ്മൾ ബൈബിളിനെ ഒരു ചരിത്രപുസ്തകം മാത്രമായി കാണുന്നതുകൊണ്ടാവാം. അല്ലെങ്കിൽ ആത്മീയ യാഥാർത്ഥ്യങ്ങളെക്കാൾ നമ്മുടെ സ്വന്തം ലോജിക്കിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാവാം, അല്ലേ? അതുപോലെ മനസ്സിലാക്കാൻ കുറച്ച് പാടുള്ള ഭാഗങ്ങൾ അത്ര പ്രധാനപ്പെട്ടതല്ല എന്ന് കരുതി നമ്മൾ ഒഴിവാക്കാറില്ലേ? ഇതൊക്കെയാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങൾ. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഇസ്രായേൽ എന്നൊരു ജനത ഉണ്ടാകുന്നതിനു മുൻപ് ദൈവം അവർക്കായി അതിരുകൾ നിശ്ചയിച്ചു എന്ന് പറയുന്നു. ഇതെങ്ങനെയാ ശരിയാവുക? നമ്മുടെ സാധാരണ യുക്തി വെച്ച് ചിന്തിച്ചാൽ ഇവിടെ വഴിമുട്ടും. ഇതിന്റെ അർത്ഥമെന്താണ്? വാക്കുകൾക്കപ്പുറം മറ്റൊരു യാഥാർത്ഥ്യം ഇവിടെയുണ്ട് എന്ന് തന്നെ. അപ്പോൾ ഈ കെണിയിൽ നിന്ന് പുറത്തുവരാൻ ഒരു വഴിയുണ്ടോ? തീർച്ചയായുമുണ്ട്. ബൈബിളിന്റെ ആഴത്തിലുള്ള അർത്ഥം തുറന്നുതരുന്ന ഒരു താക്കോലിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഈയൊരു ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് അപ്രതീക്ഷിതമായ ഒരിടത്തു നിന്ന് ഒരു ഉദാഹരണമെടുക്കാം. സ്റ്റാർ ട്രെക്ക് എന്ന സയൻസ് ഫിക്ഷൻ സീരീസിൽ നിന്ന്. അവിടെ ടമാറിയൻ എന്നൊരു വിഭാഗമുണ്ട്. അവരുടെ സംസാരരീതി വളരെ വിചിത്രമാണ്. ഈ ടമാറിയൻ ഭാഷ പ്രവർത്തിക്കുന്നതെങ്ങനെയാണെന്നറിയാമോ? അവർ സംസാരിക്കുന്നത് മുഴുവൻ ഉപമകളിലൂടെയും പഴയ കഥകളെ പരാമർശിച്ചുമാണ്. അപ്പോൾ വാക്കുകളുടെ അർത്ഥം അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ കഥയോ ഉപമയോ നമുക്കറിയില്ലെങ്കിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുകയേയില്ല. ഉദാഹരണത്തിന്, ഒരാള് ബാൽക്കണിയിലെ ജൂലിയറ്റ് എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന കഥ അറിയാത്ത ഒരാൾക്ക് അതിന്റെ അർത്ഥം പിടികിട്ടില്ല. പക്ഷെ ഒരു ടമാറിയനെ സംബന്ധിച്ച് അതിനർത്ഥം പ്രണയം എന്നാണ്. കണ്ടില്ലേ ആ കഥയുടെ ഉറവിടം അറിയുന്നത് എത്ര പ്രധാനമാണെന്ന്? ഇതാണ് നമ്മൾ പിടിക്കേണ്ട പോയിന്റ്. ബൈബിളും ഇതുപോലെയാണ്. വെറുതെ വാക്കുകൾ വായിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ചരിത്രം പഠിച്ചതുകൊണ്ടോ മാത്രം കാര്യമില്ല. ദൈവത്തിന്റെ ആ ഭാഷ മനസ്സിലാക്കാൻ നമുക്കൊരു താക്കോൽ, അതായത് ഒരു വെളിപാട് തന്നെ ആവശ്യമാണ്. ഈ പുതിയ ചിന്താരീതിയെയാണ് നമ്മൾ അനന്തമായ ചിന്ത എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ബൈബിളിൽ പ്രവർത്തിക്കുന്നതെന്ന് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. ഈ രണ്ട് ചിന്താരീതികളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയേ. പരിമിതമായ ചിന്ത എപ്പോഴും സംശയത്തിലും പാരമ്പര്യങ്ങളിലും നമ്മുടെ സ്വന്തം യുക്തിയിലുമൊക്കെ ഒതുങ്ങി നിൽക്കും. എന്നാൽ അനന്തമായ ചിന്തയോ? അത് വിശ്വാസത്തിലും വെളിപാടിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ബൈബിളിനെ ഒരു ചരിത്രപുസ്തകമായി കാണുന്നതിനു പകരം അതൊരു ആത്മീയ യാഥാർത്ഥ്യമായി കാണാൻ നമ്മൾ തുടങ്ങും. അപ്പോ ഈ അനന്തമായ ചിന്തയിലേക്കുള്ള താക്കോൽ എന്താണ്? അതൊന്നേയുള്ളൂ: വിശ്വാസം. കാരണം സിമ്പിളാണ്, വിശ്വാസമില്ലാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അവൻ ഉണ്ട് എന്നും അവനെ ആത്മാർത്ഥമായി തേടുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുമെന്നും നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ഈ പറഞ്ഞ തത്വങ്ങളൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാവുന്നതെന്നറിയാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ദാവീദിന്റെ കഥ. 1 ശമൂവേൽ 30 ദാവീദ് വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. ഒന്നാലോചിച്ചു നോക്കിയേ, സ്വന്തം ആളുകൾ തന്നെ കല്ലെറിഞ്ഞു കൊല്ലാനൊരുങ്ങുമ്പോൾ നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പക്ഷേ ദാവീദ് ചെയ്തത് ശ്രദ്ധിക്കൂ. ആദ്യം തന്നെ ഒരു പരിഹാരത്തിനു വേണ്ടി ഓടിച്ചെന്ന് ചോദിക്കുന്നതിനു പകരം അവൻ ദൈവത്തിൽ സ്വയം ശക്തിപ്പെട്ടു, തന്റെ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിച്ചു. അതിനുശേഷം മാത്രമാണ് അവൻ ചോദിച്ചത്, ദൈവമേ, ഞാൻ എന്തു ചെയ്യണമെന്ന്.
അപ്പോ ഈ പുതിയ ചിന്താരീതി നമ്മുടെ ജീവിതത്തിൽ ശരിക്കും എന്തു മാറ്റമാണ് കൊണ്ടുവരുന്നത്? നമുക്ക് നോക്കാം. ഈ വാക്യമുണ്ടല്ലോ, അത് കാര്യങ്ങൾ ശരിക്കും ക്ലിയറാക്കി തരും. തിരുവെഴുത്തുകളുടെ യഥാർത്ഥ ലക്ഷ്യം ഇതാണ്. നമ്മളത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ അവ നമുക്ക് സ്ഥിരതയും ആശ്വാസവും തരും, എന്നിട്ട് നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മളീ അനന്തമായ ചിന്തയിലേക്ക് മാറുമ്പോൾ ബൈബിളുമായുള്ള നമ്മുടെ ബന്ധം തന്നെ അങ്ങ് മാറും. അത് പിന്നെ വെറുമൊരു പഴയ പുസ്തകമല്ല, മറിച്ച് നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങളിൽ നമ്മളെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യാശയുടെ ജീവനുള്ള ഒരു ഉറവിടമായി അത് മാറും. അപ്പോൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഈയൊരു ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഉത്തരം യെസ് ആണെങ്കിൽ, ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ ഇന്ന് എന്താണ് ചോദിക്കാൻ പോകുന്നത്?